മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു ബംഗ്ലാദേശി മുസ്ലിം ആണെന്നതിൻ്റെ പേരിലാണ് ഇത്ര ക്രൂരമായ ആക്രമണത്തിന് വിധേയമാണ്. യഥാർത്ഥത്തിൽ ഇതിന് ആൾക്കൂട്ടാക്രമണം എന്ന് പറയുന്ന ഒരു പദത്തിന് പോലും ഒരു പ്രയോഗത്തിന് പോലും അർഹമല്ല. യഥാർത്ഥത്തിൽ ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് വംശീയ വിദ്വേഷ കൊലപാതകം എന്നാണ്. ഇതിനെ അത്ര ഹീനമായ ജാതി വിദ്വേഷ വംശീയ കൊലപാതകമാണ് യഥാർത്ഥത്തിൽ അവിടെ അരങ്ങേറിയത് എന്നുള്ളതാണ്. കാരണം ഒരു മനുഷ്യൻ ബംഗ്ലാദേശി ആണെന്നതിൻ്റെ പേരിൽ, മുസ്ലിം ആണെന്നതിൻ്റെ പേരിൽ കേരളത്തിൻ്റെ മണ്ണിൽ കൊല്ലപ്പെടുന്നു എന്നുള്ളത് കേരള മണ്ണിൽ പടർന്നു പന്തലിച്ചിട്ടുള്ള ഇസ്ലാമോഫോബിയയുടെയും മുസ്ലിം വെറുപ്പിൻ്റെയും ആഴവും പടർപ്പും കൂടിയാണ് ഈ സന്ദർഭം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ. ഇത് വേറെ ഒരു കേവലം വിഷയം മാത്രമല്ല. നിങ്ങൾ കേട്ടില്ലേ, മാതൃഭൂമി ന്യൂസിൽ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ചർച്ചയുടെ ഒരു ചെറിയ ഭാഗം ഈ അവതാരികയായിട്ടുള്ള മാധുവിന്റെ ഇരട്ടത്താപ്പ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം. അതിനു മുമ്പേ ആയിട്ട് നിങ്ങൾ തന്നെ കേട്ടില്ലേ, ശ്യാംകുമാറൊക്കെ ദളിതർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയെ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്? ആഗോളതലത്തിൽ ജിഹാദികൾ ഏത് രീതിയിലാണോ ഇസ്ലാമോഫോബിയ എന്ന് പൊക്കിപ്പിടിക്കാറുള്ളത്, അതേ ശൈലിയിലാണ് മാതൃഭൂമി ന്യൂസ് ചാനലിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നത്. നമ്മുടെ ശരിയാണ്, ദൗർഭാഗ്യകരമായിട്ട് നമ്മുടെ കേരളത്തിൽ മറ്റൊരു ആൾക്കൂട്ട കൊലപാതകം കൂടി പാലക്കാട് നടന്നിരിക്കുന്നു. വളരെ വേദനാജനകമാണ്. അതിലെ എല്ലാ പ്രതികളെയും, അതിന് ഏത് പാർട്ടിയാണെങ്കിലും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. അവരെയൊക്കെ തന്നെ തക്കതായ ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യണം. അതിലൊന്നും ഒരാൾക്കും ഒരു തർക്കമില്ല. എന്നാൽ ഈ വിഷയത്തെ ഒരു മുസ്ലിം ആയതിന്റെ പേരിൽ കേരളത്തിൽ കൊല്ലപ്പെടുന്നു എന്ന്, ദളിതർക്ക് വേണ്ടി സ്വയം സംസാരിക്കുന്നു എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയൊക്കെ വിളിച്ചു പറയുന്നതിനൊന്നും ഒരു നാണവുമില്ല. ലേശൊരു മാന്യതയുള്ള ആളുകൾക്ക് ഇങ്ങനെ വിളിച്ചു പറയാൻ സാധിക്കും? ഓരോ ആളുകളും ഇതൊക്കെ ഒരു വിഷയം നടന്നു, എന്നിട്ട് അത് മുസ്ലിം ആയതിന്റെ പേരിലാണ് എന്നൊക്കെ എന്തടിസ്ഥാനത്തിലാ ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ വിളിച്ചു പറയുന്നത്? എന്തിന്റെ പേരില്? എന്നിട്ട് എന്താണ് നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് ഇവര് നിരന്തരം തുപ്പിക്കൊണ്ടിരിക്കുന്നത്? വെറുപ്പല്ലേ? വെറുപ്പിന്റെ രാഷ്ട്രീയമല്ലേ ഈ തുപ്പിക്കൊണ്ടിരിക്കുന്നത്? ഒരു ഉളുപ്പില്ലാതെ. എന്നിട്ട് ഇതൊക്കെ കേട്ട് മാധു അങ്ങനെ ഇരിക്കുക, ഒരു പ്രശ്നവുമില്ല. ശ്യാംകുമാറിന് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം. വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ഇത് വലിയ ഇത്തരത്തിലാണല്ലോ ചർച്ച ചെയ്യുന്നത്. അയ്യോ അല്ല, ഹിന്ദു ആയതിന്റെ പേരിലാണോ എല്ലാ ആളുകളും സംഘപരിവാറാണ് എന്ന് ഇവിടെ വലിയ പ്രചരണം നടക്കുന്നത്? ഈ പ്രതികളുടെ മതം നോക്കിയിട്ടല്ലേ ഇവർ ഇത്തരത്തിൽ വിളിച്ചു പറയുന്നത്? ഇതിൽ CITU-കാരനുണ്ട്, ഇതിൽ ഇനി അറസ്റ്റ് ചെയ്യാനും പോകുന്നതിൽ കോൺഗ്രസ് CPM പ്രവർത്തകരുണ്ട്, നിലവിൽ അറസ്റ്റ് ചെയ്തതിൽ CITU പ്രവർത്തകരുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടോ ഇതെന്തോ സംഘപരിവാർ ചെയ്തത് എന്ന രീതിയിലാണ് വലിയ രീതിയിൽ പ്രചരണം നടത്തുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഒരു സംഘപരിവാർ നേതാവ് പോലും ഇതിൽ പ്രതികൾക്ക് വേണ്ടി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. മറിച്ച് ആരാണോ ചെയ്തത് അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാ കേരളത്തിലെ സകല സംഘപരിവാർ നേതാക്കളും ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നത്. പിന്നെയും എന്തിനാണ് അവരുടെ നേരെ കുതിര കയറാൻ ഓടുന്നത്? ഹിന്ദു ആയതിന്റെ പേരിലോ? ഈ പ്രതികളായിട്ടുള്ള ആളുകൾ മതം നോക്കിയിട്ടാണ് ഇപ്പൊ ഇവര് സംഘപരിവാറാണോ എന്ന് തീരുമാനിക്കുന്നത്. ഇത് വലിയ ഗൗരവമുള്ള വിഷയം. നമ്മുടെ കേരളത്തെ ഇത്തരം ശ്യാംകുമാർമാർ എങ്ങോട്ടേക്കാണ് ഈ കൊണ്ടുപോകുന്നത്? അല്ല, ഇത് ഉത്തർപ്രദേശിലോ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ആയിരുന്നെങ്കിൽ ഇവന്മാരൊക്കെ ഇരുന്ന് ഉറഞ്ഞു തുള്ളിലായിരുന്നു. എന്താ വിളിച്ചു പറയാ? ഓ യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശില് എന്തേ പിണറായി വിജയന്റെ കേരളത്തിൽ ആൾക്കൂട്ട കൊല നടന്നു എന്ന് പറഞ്ഞു പിണറായി വിജയനെതിരെ ഒരക്ഷരം ഇത്തരത്തിലുള്ള ഒരാള് പോലും മിണ്ടാത്തത്? ഇവിടെ ഒരു മുന്നണിയുണ്ട്. അതായത് ഇവിടെ സുഡാപ്പി, ജിഹാദി, മാപ്രകള്, ഇവരൊരു മുന്നണിയാണ്. എന്നിട്ട് ഇതൊക്കെ എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തേക്ക് ഇത്രത്തോളം പൊക്കിപ്പിടിച്ച് സംഘപരിവാറിനെതിരെ ഉപയോഗിക്കുന്നത്? കാരണം മറ്റൊന്നല്ല, ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് വലിയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ തടയാൻ ഒരു ഊളത്തരവുമായിട്ട് രംഗത്തിറങ്ങിയതല്ലേ നമ്മൾ ഈ കാണുന്നത്. ഈ പ്രതികളെ ആരെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടി അനുകൂലിക്കുന്നില്ല, ഒരു പാർട്ടി അനുകൂലിക്കുന്നില്ല. പിന്നെ എന്തിനാ? ഇത് ഒരു സ്ഥലത്ത് നടന്നു. ഇനി വളരെ ലളിതമായിട്ട് ഇതേപോലെ മറ്റൊരു വിഷയം ഞാനൊന്ന് എടുത്ത് മുന്നോട്ട് വെക്കാം. 2023 മലപ്പുറത്ത് നടന്നിട്ടുണ്ട്. മോഷണത്തിന്റെ പേരില് ആൾക്കൂട്ട കൊലപാതകം. ബീഹാർ സ്വദേശി രാജേഷ് മാഞ്ചി എന്ന് പറയുന്ന ബീഹാർ സ്വദേശിയെ ആൾക്കൂട്ട കൊല ചെയ്തിട്ടുണ്ട്.
ഇതേ പറയുന്ന മലപ്പുറത്ത് 2023 അവരുടെ പേരെന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഒന്ന് മുഹമ്മദ് അഫ്സൽ, ഫാസില്, ഷറഫുദ്ദീൻ, മെഹബൂബ്, അബ്ദുൽ സമദ്, നാസർ, ഹബീബ്, സൈനുൽ ആബിദ്, അയ്യൂബ്. 9 പ്രതികളുടെ പേരെ ഞാൻ വായിച്ചു കേൾപ്പിച്ചേ. ഇതിലും നിങ്ങൾ രംഗത്തിറങ്ങിയിട്ട് ഇസ്ലാമോഫോബിയോ എന്ന് പറയോ? എന്റെ അന്ന് ജിഹാദികളോ എന്ന് പറഞ്ഞ ആരും രംഗത്തിറങ്ങാഞ്ഞത്? ഞാനിവിടെ ആശിമി നടത്തിയിട്ടുള്ളൊരു അന്തിച്ചർച്ചയുടെ സ്ക്രീൻഷോട്ട് അവിടെ കൊടുക്കുന്നത്. അതിലെന്താ ഹെഡിങ്? മതം ചോദിച്ചു കൊന്നതോ? മലപ്പുറത്ത് ഇതേപോലൊരു ആൾക്കൂട്ട കൊലപാതകം നടന്നിട്ട് ജിഹാദികളോ കൊന്നത് എന്ന് ഈ ആശിമി ചോദിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന മാതൃഭൂമി ചർച്ച നടത്തിയിട്ട് ഇതുപോലുള്ള ശ്യാംകുമാറുമാരെ നിരത്തിയിട്ട് ഇതും ഇസ്ലാമോഫോബിയോ എന്ന് പറയോ? അല്ല, ഒരേ വിഷയങ്ങൾക്ക് എങ്ങനെ 2 നയം സ്വീകരിക്കുന്നത്? ആൾക്കൂട്ട കൊലപാതകങ്ങളെ ഒന്നും നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല, ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. അത് ചെയ്യുന്നത് ആരോ അതിനെ ഏതെങ്കിലും തരത്തിൽ ചിരിച്ചുകൊണ്ടെങ്കിലും സഹായിച്ചവരുണ്ടെങ്കിൽ അവരെയും എടുത്ത് തൂക്കി ജയിലിനുള്ളിൽ അടയ്ക്കണം. അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും പാടില്ല. എന്നാൽ ഒരേ രീതിയിലുള്ള വിഷയത്തിൽ ഈ 2 നിലപാട് സ്വീകരിക്കുന്ന നമ്മുടെ കേരളത്തിലെ മാപ്രകളുടെയും ദളിത് സ്നേഹമെന്ന് പ്രകടിപ്പിച്ച് അങ്ങനെ സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്ന ആളുകളും ഇവിടെ ഇരട്ട നിലപാട്. ഇവിടെ സുഡാപ്പി ജിഹാദി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്തുമാതിരി പ്രചരണ സംഘപരിവാറോ എന്ന് പറഞ്ഞുകൊണ്ട്, അതേസമയം മലപ്പുറത്ത് നടന്ന വിഷയത്തെ കുറിച്ച് ഇവന്മാർക്ക് ഒരു ഓർമ്മയില്ല. നമ്മളൊക്കെ ഒരേപോലെ എല്ലാ വിഷയങ്ങളെയും ഒരേപോലെയാണ് കാണുന്നത്. ആൾക്കൂട്ട കൊലപാതകങ്ങളെ എവിടെയാണെങ്കിലും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതിന് ഏതെങ്കിലും തരത്തിൽ സഹായിച്ചവരെ അവരെയും എടുത്ത് ഉള്ളിലടയ്ക്കണം. മാധവിന്റെ ഒക്കെ മറ്റൊരു ഇരട്ടത്താപ്പ് കൂടി ഈ ഒരു അവതാരിക നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയാ പോകുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങളതൊന്ന് കേട്ടുനോക്കൂ. ഈ ടി.എസ്. ശ്യാംകുമാറിനെ പോലെയുള്ള പുരോഗമന മുഖം മൂടിയണിഞ്ഞ ദളിത് പിന്നോക്ക സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് കൂടി പറയണം. പറയാതെ പോകാൻ വേണ്ടി പാടില്ല. നോക്കൂ, പാലക്കാട് ആ പരിപാടി നടക്കില്ല ശ്യാമേ. കേട്ടോ, നിങ്ങൾക്ക് ആളുകൾ ആ പരിപാടി നടക്കില്ല ശ്യാമേ. ഇല്ല ഇല്ല, നടക്കില്ല. ആ നിലയ്ക്ക് പറഞ്ഞു പോകാൻ പറ്റില്ല. ഒരാശയം പറയുന്ന മനുഷ്യരെ വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരുടെ രാഷ്ട്രീയം കാപട്യമാണെന്ന് അധിക്ഷേപിക്കാനുള്ള അവസരം ഇവിടെ ഇല്ല. ഇത് ജനാധിപത്യ ചർച്ചയാണ്. ഇത് ജനാധിപത്യമുള്ള ചർച്ചയാണ്. ആ പരിപാടി നടക്കില്ല. ഇല്ലില്ല. ഡോക്ടർ ടി.എസ്. ശ്യാംകുമാറിനെ ശ്യാമരാജനെ വിളിച്ചതുപോലെ ഞാൻ ബഹുമാനപൂർവ്വം വിളിച്ച ഒരാളാണ്. അല്ലല്ല, ആ നിലയ്ക്ക് അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ടോ അദ്ദേഹത്തെ വ്യക്തിപരമായി നേരിട്ടുകൊണ്ടോ ചർച്ച മുന്നോട്ടോ പറ്റില്ല ശ്യാമേ, പറ്റില്ല, നടക്കില്ല. ആ വേദി ഇവിടില്ല. ആ വേദി ഇവിടില്ല. രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കാന്നുള്ള നിങ്ങളുടെ നടപടി നടക്കൂലെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ കേട്ടില്ലേ? BJP പ്രതിനിധി ശ്യാംരാജ് കൃത്യമായിട്ട് എടുത്തു പറയാണ്, ശ്യാംകുമാർ പിന്നോക്ക കപട സ്നേഹമാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് പച്ചക്ക് വിളിച്ചു പറഞ്ഞ സമയത്ത് മാധു ഇടപെട്ട് പറയാണ്, ഓ പേരെടുത്ത് പറയുന്നത് ശരിയല്ല, പിന്നെ പേരിന് പകരം മറ്റെന്തെങ്കിലും വിളിച്ചാലല്ലേ ഇവിടെ പ്രശ്നം? ഒരു ചർച്ച നടക്കുമ്പോൾ പേരല്ലാതെ മറ്റെന്ത് ഉണ്ടയാ വിളിച്ചു പറയേണ്ടത്? പേരിന് പകരം മറ്റെന്തെങ്കിലും വിളിച്ചാലല്ലേ അപമാനിക്കലാവുക, അല്ലെങ്കിൽ അവരെ മോശക്കാരാക്കുക എന്നൊക്കെ പറയുന്നത്? ഇത് പേരെടുത്ത് വിളിച്ചിട്ട് പോലും മാധു ഒക്കെ ചാടി വീഴ. അതെന്താ? ശ്യാംകുമാർ പറഞ്ഞ കപടത. പിന്നെ ഏത് മാധു പറഞ്ഞിട്ടോ പറയാനുള്ളത് പറഞ്ഞു തന്നെയാണ് ശ്യാംരാജ് അങ്ങ് മുന്നോട്ട് പോയിട്ടുള്ളതും. ശ്യാംരാജ് പറഞ്ഞത് കപടതയാണ്, പച്ചക്കള്ളമാണ് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം BJP പ്രതിനിധി അവിടെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാധു ഒക്കെ ആർക്ക് വേണ്ടിയാണ് ഇവിടെ മാധ്യമ പ്രവർത്തനം നടത്തുന്നത്? ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു. ഈ പറയുന്ന ശ്യാംകുമാർ ആ ഒരു ആൾക്കൂട്ട കൊലപാതകത്തിലേക്ക് മതം കൊണ്ടുവന്ന് മുസ്ലിമാണെന്ന് കരുതി കൊല ചെയ്തു. എന്തൊരു പച്ചവർഗീയതയാണ്. പച്ചവർഗീയവാദികൾക്ക് വേണ്ടിയല്ല ഈ സംസാരിക്കുന്നത്. ഒരു ആൾക്കൂട്ട കൊലപാതകം നടന്നു, അതിനെതിരെ സംസാരിക്കുക, അതിലേക്ക് മതം കൊണ്ടുവന്ന് ഒരു ഇരുവാദം പൊക്കിപ്പിടിച്ച് കേരളത്തിലും മുസ്ലിം കൊല്ലം എന്തൊരു നെറികേടാ വിളിച്ച് അതിലൊന്നും ഇടപെടാതെ ശ്യാംകുമാർ എന്ന് പേര് പറഞ്ഞ് ഈ ശ്യാംകുമാർ പറഞ്ഞത് കപടതയാണ് എന്ന് പറഞ്ഞപ്പോഴേക്ക് മാധു ഒക്കെ അങ്ങ് ചാടിയ. ഇതാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും സുഡാപ്പികളും ഇത്തരം ആളുകളുടെ ഒക്കെ ഒരു മുന്നണി എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക. ദൗർഭാഗ്യകരമായിട്ട് നമ്മുടെ കേരളത്തിൽ മറ്റൊരു ആൾക്കൂട്ട കൊലപാതകം നടന്നു. അതിനെ ചിരിച്ചുകൊണ്ടെങ്കിലും മാറി നിന്ന് നോക്കി നിന്നവനെ പോലും എടുത്ത് ജയിലിൽ അടയ്ക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും നിലപാട്. ആ വിഷയത്തിലും മതം കലർത്തി ഉളുപ്പില്ലായ്മ കാണിച്ച് മുന്നോട്ട് വരുന്നവരെ ബോധമുള്ള സകല മലയാളികളും പുച്ഛിച്ച് തള്ളുക.